ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നു. വനവാസം ശ്രീരാമന്റെ ദൗത്യമാണോ, കൈകേയിയുടെ വരപ്രാപ്തിയെ തുടർന്നുണ്ടായ അഭിഷേക വിഘ്നവും രാമന്റെ വനയാത്രയും? ഈ ദൗത്യം ശ്രീരാമൻ ഏറ്റെടുക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ശ്രീരാമൻ വനവാസത്തിന് പോയത് തികച്ചും അദ്ദേഹത്തിന്റെ ദൗത്യമായിരുന്നില്ല. കാരണം സ്വന്തം അമ്മ തന്നെ പറയുന്നുണ്ട്, അച്ഛന്റെ ധർമ്മസങ്കടത്തിനൊരു അച്ഛന്റെ ധർമ്മസങ്കടം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആവശ്യത്തിനാണ് ശ്രീരാമൻ പോകുന്നത് തന്നെ. പക്ഷെ അവിടെ കൗസല്യ പറയുന്നുണ്ട്, ഒരുപാട് കാലം അനപത്യതാ ദുഃഖം അനുഭവിച്ച ഒരു അമ്മയാണ്, വീണ്ടും ഒരു 14 വർഷവും കൂടി ഞാനത് അനുഭവിക്കണ്ടേ എന്നൊരു അമ്മ ചോദിക്കുന്നു. ഒരമ്മയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയ്ക്ക് എത്ര കാലം ഒരമ്മയുടെ വാക്ക് നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ മറ്റൊരമ്മയുടെ വാക്ക് പാലിക്കപ്പെടുന്നുണ്ട്. അവിടെ കൈകേയിക്കാണ് അവിടെ നീതി ലഭിക്കുന്നത്. കൈകേയി അർഹിക്കുന്ന ഒരു വരമായിരുന്നു അത്. ദേവാസുര യുദ്ധത്തിൽ ദശരഥന്റെ രഥത്തിന്റെ കീലകം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി സ്വന്തം ചെറുവിരൽ വെച്ചാണ് ദശരഥനെ സഹായിച്ചത്. അപ്പോൾ ദശരഥൻ ഒരു കാര്യവും പറയില്ല, ഒരു വ്യവസ്ഥയും വെച്ചിട്ടില്ല, ഇന്ന ആളെ സംബന്ധിച്ച് ഒരു വരവും താങ്കൾക്ക് ചോദിക്കാൻ സാധിക്കുകയില്ലെന്ന് ദശരഥൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദശരഥൻ കൊടുത്ത വരം എങ്ങനെയാണ് ഇവിടെ ബാധകമാകുന്നത്? രാമന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ബാധകമാകുന്നത്? ഇവിടെ ശ്രീരാമൻ ഒരു ധർമ്മജ്ഞനാണ്. നമ്മൾ ധർമ്മവിഗ്രഹം എന്ന് പറയുന്ന ഒരാളാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമന്റെ ധർമ്മം എന്ന് പറയുന്നത് കൈകേയി അമ്മയല്ല, അമ്മ എന്ന് സ്ഥാനം പറയാമെങ്കിലും സ്വന്തം അമ്മയല്ലല്ലോ. അപ്പോൾ ഉത്തമനായ പുത്രന്റെ ധർമ്മം എന്ന് പറയുന്നത് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കൈകേയി രാമനെ ഏറ്റവും നന്നായി സ്നേഹിച്ചിരുന്നു, കൗസല്യയെ പോലെ തന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷേ സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കുക, സ്വന്തം അച്ഛനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഒരു പുത്രന്റെ ഏറ്റവും വലിയൊരു ധർമ്മമാണ്. അപ്പോൾ ഇത്രയും കാലം കാണാതിരുന്ന അച്ഛനും അമ്മയും അവിടെ ഒരു ദുർഘടമായ സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. രാജകൊട്ടാരത്തിൽ പുത്രദുഃഖം സ്വാഭാവികമായിട്ടുണ്ടാവും. രാമൻ തന്നെ അച്ഛനമ്മമാരെ നോക്കണമെന്നില്ല. ബാക്കി 3 അനുജന്മാരും പുത്രനാണ് രാമൻ. സ്വന്തം ഒരു കുടുംബം. ഇവിടെ കൃത്യമായി പറയേണ്ട ആശയം എന്തു, രാമൻ ഇത് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? രാമനെ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഒന്നാമ നരക ത്രായത്തെ ഇത് പുത്രഹ എന്നാണ്. അപ്പൊ പിതാവിന് ഇത്രയും ഒരു ദുർഘടമായ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിതാവിന്റെ വാഗ്ദാന പാലനത്തിനായി രാമൻ വനവാസത്തിന് പോവേണ്ടിയിരിക്കും. രാമൻ വനവാസത്തിന് ശ്രീരാമൻ ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹത്തിന്റെ അവതാരോദ്ദേശ്യം എന്ന് പറയുന്നത് തന്നെ രാവണവധമാണ്. അതിന്റെ കൂടെ മറ്റുള്ള ഒരുപാട് പേർക്കും മോക്ഷം നൽകേണ്ട ആവശ്യം അവിടെ ശ്രീരാമനുണ്ട്. അതിനുവേണ്ടി വനവാസം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എവിടെയെങ്കിലും ഒക്കെ രാമൻ ധർമ്മഭീരുവായി പോകുന്നുണ്ടോ? ലക്ഷ്മണൻ പോലും അത് സംസാരിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ധർമ്മം ഇല്ല. ശ്രീരാമൻ എപ്പോഴും തന്റെ കർമ്മത്തിൽ തന്റെ കർത്തവ്യത്തെ പറ്റി നല്ല ബോധമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ വനവാസത്തിന് പോകുക എന്നുള്ള ആവശ്യം അച്ഛൻ പറയാതെ തന്നെയാണ് ശ്രീരാമൻ അത് ഏറ്റെടുക്കുന്നത്. അവിടെ രാമന്റെ ദൗത്യമാണ്. കാരണം ഒരു പിതാവിന്റെ സ്വത്തിൽ ഒരു പുത്രന് അവകാശമുണ്ടെങ്കിൽ പിതാവിനൊരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ അത് പിതാവ് ഇച്ഛിക്കുന്നില്ലെങ്കിലും അത് ചെയ്യേണ്ടത് ഒരു പുത്രന്റെ കടമയാണ്. ദശരഥൻ കൊടുത്ത വാക്കാണെങ്കിൽ ദശരഥന്റെ പുത്രൻ എന്ന നിലയിൽ ദശരഥൻ അവിടെ നിസ്സഹായനാണ്. ദൗത്യം രാമന് തന്നെ. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. പരശുരാമന്റെയും ജമദഗ്നിയും കഥയിൽ നോക്കുകയാണെങ്കിൽ പരശുരാമൻ സ്വന്തം മാതാവിനെ വധിച്ച് അമ്മയെ വീണ്ടും ജീവിപ്പിക്കാൻ ജമദഗ്നിയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് സ്വന്തം ജമദഗ്നി ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വന്തം ഭാര്യയുടെ പുനർജീവനം വന്നത്. പക്ഷെ ജമദഗ്നിയോട് ഒരു വാക്കാണ് കൊടുത്തിരുന്നത്. അതിനാൽ ജമദഗ്നി രാമനുമായി അച്ഛൻ പറയുന്നത് അനുസരിക്കുക എന്നുള്ളൊരു പുത്രധർമ്മം തന്നെയാണ്. പക്ഷെ ഒന്ന് നോക്കൂ, അവിടെ ശിഥിലമാകപ്പെട്ടത് ഒരു കുടുംബ ബന്ധമല്ലേ? അവിടെ ഒരു മൂത്ത പുത്രന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ആ ഒരു നിലനിൽപ്പ് അത് കാത്തു സൂക്ഷിക്കുക എന്നൊരു മൂത്ത പുത്രന്റെ ധർമ്മമാണ്. അവിടെ ഉണ്ടായത് എന്താണ്? ശ്രീരാമൻ വനവാസത്തിന് പോകുമ്പോൾ അവിടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. 14 വർഷത്തേക്ക് പോകുകയാണ്. പിന്നെ 14 വർഷത്തിലേക്കാണ് പോയത്. ആജീവനാന്തം വിട്ടുപിരിഞ്ഞിട്ടില്ല. നമ്മള് സത്യവതിക്ക് വേണ്ടി ഭീഷ്മർ സ്വന്തം ജീവിതം മുഴുവൻ അന്നത്തെ വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു, 14 വർഷം. അതുകൊണ്ടാണ് കൈകേയി 14 വർഷം ശ്രീരാമൻ മാറി നിൽക്കണം എന്ന് പറഞ്ഞത്. 14 വർഷം അവിടുന്ന് മാറി നിന്നുവെങ്കിൽ ഇതിലൊരു വലിയ ആസൂത്രണമുണ്ട്. ദേവന്മാർ സരസ്വതി ദേവിയോട് പറഞ്ഞ് സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ വിളയാടി. പിന്നീട് ആ മന്ധരയുടെ പ്രേരണത്തിൽ ഒരു മാനസിക ചാഞ്ചല്യത്തിലുമാണ് കൈകേയി. മന്ധരയുടെ റോളിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മന്ധര ഇവിടെ എന്താണ് ചെയ്യുന്നത്? കൈകേയിയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ വിഷത്തെ ശ്രീരാമൻ ഒരു ധർമ്മജ്ഞനാണ്. അപ്പൊ കൈകേയിയുടെ വാക്ക് അവിടെ കേൾക്കേണ്ടിയിരുന്നില്ല.
ശ്രീരാമൻ ഒരു ധർമ്മജ്ഞൻ ആയതുകൊണ്ടാണ് അവിടെ കൈകേയിയുടെ വാക്ക് കേൾക്കുന്നത്. കൈകേയിയേക്കാൾ കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകേണ്ടിയിരുന്നത് ശരിക്കും ശ്രീരാമന്റെ അവതാര ഉദ്ദേശം ഒരു എന്ന് പറയുന്നത് വ്യക്തിക്കാണോ അതോ ഒരു കൂട്ടം ആൾക്കാർക്കാണോ നാം പ്രാധാന്യം നൽകേണ്ടത്? ഒരു വളരെ കുടുംബത്തിന് ശക്തമായ പ്രാധാന്യം അവതാരം. നൽകേണ്ടത്. രാമനാണ് ഒരു കുടുംബത്തിന്റെ ശ്രീരാമൻ നിലനിൽപ്പ് വനവാസത്തിന് പോയതുകൊണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോയതുകൊണ്ടാണ് സീത ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്. അതിന്റെ ബാക്കിയായിട്ടാണ് രാമൻ ഒരിക്കലും സീതയോട് പറഞ്ഞിട്ടില്ല സീതയെ നീ എന്നെ അനുഗമിക്കൂ എന്ന്. രാമൻ ഒരിക്കലും സീതയോട് പറഞ്ഞിട്ടില്ല സ്വമേധയാ നീ ഏറ്റവും എന്നെ ശക്തമായ പോയിന്റുകൾ പറയൂ. ശ്രീരാമന് സീത വരില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് സീതയെ കൊണ്ടുപോകാതിരിക്കാനുള്ള മറ്റു മാർഗങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു. അത് മാത്രമല്ല സീത അങ്ങോട്ട് പോയത് കൊണ്ടാണ് പിന്നീട് വനവാസത്തിന് വീണ്ടും സീതയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അന്ന് രാമന്റെ ഒരു അവതാരോദ്ദേശമുണ്ടായിരുന്നു. അഭിഷേകത്തിന്റെ തലേ ദിവസം നാരദമുനി രാഘവനെ കണ്ടു പറയുന്നുണ്ട് നിനക്കൊരു അവതാര ഉദ്ദേശമുണ്ട്, അതിനാലാണ് നീ ഇങ്ങനെ ചെയ്യേണ്ടത്. കൃത്യമായി പറയൂ. ഒരു കാര്യം പറയട്ടെ, സീത വനവാസത്തിന് കൂടെ പോയത് കൊണ്ടാണ് പിന്നീട് വീണ്ടും സീത ആ ഒരു പോയപ്പോഴുണ്ടായ ഒരു മാനക്കേട്, രാവണന്റെ കൂടെ കഴിഞ്ഞു എന്നുള്ളൊരു മാനക്കേട് കാരണം വീണ്ടും വനവാസത്തിന് പോകേണ്ടി വന്നു സീതയ്ക്ക്. അതുകൊണ്ട് തന്നെ ജന്മം നൽകിയ കുട്ടികൾ അനാഥരാവുകയാണ്. ഒരു രാജകുമാരനെ പോലെ ജീവിച്ചിരുന്ന ശ്രീരാമന്റെ മക്കൾ അവിടെ ഒരു കാര്യമുണ്ട് സുഹൃത്തെ, ശ്രീരാമൻ ധർമ്മം തന്നെയാണ് ചെയ്തത്. ശ്രീരാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. ശ്രീരാമൻ ഒരു പുത്രനായിരുന്നു ആ സമയത്ത് ശ്രീരാമൻ സ്വധർമ്മം പാലിച്ചിരുന്നു. പിന്നീട് രാജാവായതിനു ശേഷമാണ് സീതാപരിത്യാഗം എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പ്രജയുടെ വാക്ക് കേൾക്കുന്നുമുണ്ട്. പിന്നീട് അത് മാത്രമല്ല ഈ രാമനെ ഈ കാലത്ത് പട്ടുകൂട്ടുകളിൽ ശ്രീരാമകൾ വരെ രക്ഷിതാക്കളെ അടച്ചുപൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തെ സ്വന്തം പിതാവിന്റെ വാക്കിന് അത്രയും പ്രാധാന്യം നൽകി ഒരു രാജപദവി ഉപേക്ഷിച്ച് കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾക്ക്. ഒരു വനവാസത്തിനിറങ്ങിയ കുടുംബ വ്യവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശ്രീരാമൻ എന്ത് ചെയ്യാമായിരുന്നു? തിരിച്ചു വന്ന് ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, പക്ഷെ അവസാനം ചെയ്യുന്ന അശ്വമേധയാഗം ആദ്യത്തിൽ തന്നെ ചെയ്ത് ശ്രീരാമന് തന്നെ ഒരു രാജ്യം സൃഷ്ടിക്കാമായിരുന്നു. കൺക്ലൂഡ് ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യൂ. ലാസ്റ്റ് വേർഡ്. മറ്റുള്ളവർക്കുള്ള മോക്ഷം നൽകുകയും രാവണനെ വധിക്കുകയും അവിടുത്തെ പടയാളികളെ വെച്ച് ആ ദേശത്തെ സൈനികരെ വെച്ച് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ശ്രീരാമൻ അത് ചെയ്തില്ല? അപ്പോഴും വനവാസം ഏറ്റവും എളുപ്പമുള്ള കൺക്ലൂഡിംഗ് വേർഡ്സ് എന്തെങ്കിലും അവിടെ ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട്. സ്വന്തം ഇവർക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഇവിടെ കൈകേയും മാതാവിന്റെയും ദശരഥന്റെ മനോവിഷമത്തെയും മനസ്സിലാക്കിക്കൊണ്ടാണ് രാമൻ ഒരു രാജപദവി വെടിഞ്ഞ് വനവാസത്തിന് ഇറങ്ങുന്നത്. ഒരിക്കലും ആരും വെച്ചിരിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ജന്മം മുഴുവൻ ജോലിയെടുത്ത് നമുക്ക് വേണ്ടി കളയുന്ന നമ്മുടെ രക്ഷിതാക്കൾക്ക് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവര് പലതും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും. അതാണ് ഒരു മക്കൾക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ചർച്ച എവിടെയെങ്കിലും തീരില്ല. കൃത്യമായ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിക്കണോ അതോ അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ പ്രജാഹിതം അനുസരിക്കണോ? ഇത് രണ്ടുമായിരുന്നു സംശയം ഉണ്ടായിരുന്നത്. ഇവിടെ ശ്രീരാമനെ സംബന്ധിച്ചിടത്തുള്ള നിർണായകമായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും പ്രസക്തിയുള്ള ആശയങ്ങളുമാണ് നമ്മളിവിടെ സംസാരിച്ചത്. നമുക്കിതിവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.